ആരോഗ്യമന്ത്രി വീണ ജോർജിനെ വിമർശിച്ചുകൊണ്ടുള്ള CPM പ്രവർത്തകരുടെ FB പോസ്റ്റുകൾ ഗുരുതരമായി തെറ്റെന്ന് CPM പത്തനംതിട്ട ജില്ലാ സെക്രട്ടറി രാജു എബ്രഹാം. പോസ്റ്റുകൾ പാർട്ടി പരിശോധിക്കും. ഇലവന്തൂർ ലോക്കൽ കമ്മിറ്റി അംഗം ജോൺസൺ PGയുടെ പോസ്റ്റ് ഒഴിവാക്കേണ്ടതായിരുന്നു. ഇരവിപേരൂർ ഏരിയ കമ്മിറ്റി അംഗം N. രാജീവന്റെ പോസ്റ്റ് പ്രത്യക്ഷത്തിൽ മന്ത്രിക്കെതിരെയല്ല, മികച്ച മന്ത്രിയാണ് വീണ ജോർജ് എന്നും രാജു എബ്രഹാം പറഞ്ഞു. ആ വാക്കുകൾ കേട്ടുവരാം. വീണ ജോർജിനെ പരാമർശിച്ചുകൊണ്ട് ജോൺസന്റെ പോസ്റ്റ് വളരെ ഗുരുതരമായ തെറ്റാണ്. വളരെ ഗൗരവത്തോടു കൂടി തന്നെയാണ് പാർട്ടി അത് കാണുന്നത്. വളരെ പ്രധാനപ്പെട്ട സ്ഥാനങ്ങൾ വഹിക്കുന്ന ഒരു വ്യക്തി കൂടിയാണ് ജോൺസൺ. പ്രത്യക്ഷമായി മന്ത്രിയെ അങ്ങനെ ഒരു കുറ്റപ്പെടുത്തൽ രാജുവിൻ്റെ പോസ്റ്റിൽ കാണുന്നില്ല. എങ്കിലും അതിൻ്റെ രാജുവിനോട് വിശദീകരണം ചോദിക്കുക, അതിൻ്റെ എന്താണ് എന്നുള്ളത് തീർച്ചയായിട്ടും പാർട്ടി പരിശോധിക്കുകയും ചെയ്യും. വിവരങ്ങളുമായി പത്തനംതിട്ടയിൽ നിന്നും ശ്രീരാജ് ഉണ്ട്. ശ്രീരാജ്, ഈ രാജു എബ്രഹാമിന്റെ ഒടുവിലായിട്ട പോസ്റ്റ് തന്നെ ഏറെ ട്രോൾ ചെയ്യപ്പെടുന്ന സാഹചര്യമാണ് ഉള്ളത്. ആ സമയത്താണ് രാജു എബ്രഹാം എന്താണെങ്കിലും ഇക്കാര്യങ്ങളിൽ പരിശോധന വേണം എന്നുള്ള തരത്തിലുള്ള പരാമർശം നടത്തിയിട്ടുള്ളത്. എന്താണെങ്കിലും ഇക്കാര്യങ്ങളിൽ കൃത്യമായ രീതിയിലുള്ള നടപടിയിലേക്ക് പാർട്ടി പോകുന്ന ഒരു സാഹചര്യമാണ് ഉള്ളത്. പാർട്ടി എന്താണെങ്കിലും പോസ്റ്റുകൾ പരിശോധിക്കുമെന്ന് പറയുന്നുണ്ട്. കൃത്യമായി തന്നെ ഇലന്തൂർ ലോക്കൽ കമ്മിറ്റി അംഗം ജോൺസൺ PGയുടെ പോസ്റ്റുകൾ കൃത്യമായി തന്നെ ഇതിനെയൊക്കെ ലംഘിക്കുന്ന തരത്തിലുള്ള സീമകൾ ലംഘിച്ചുകൊണ്ടുള്ള പരാമർശം തന്നെയാണ് അദ്ദേഹം നടത്തിയിരിക്കുന്നത് ആ പോസ്റ്റിലുള്ളത്. ഇതൊരു നടപടിയിലേക്ക് കടക്കുമോ? അവിടുത്തെ പാർട്ടിയിലെ ഉള്ളിലെ പ്രശ്നങ്ങൾ ഏതു തരത്തിലാണ്? സംഗീത, CPIMന്റെ രണ്ട് ഉത്തരവാദിത്തപ്പെട്ട ചുമതലകൾ വഹിക്കുന്ന ആളുകളുടെ FB പോസ്റ്റാണ് കഴിഞ്ഞ ദിവസം സാമൂഹ്യ മാധ്യമങ്ങളിൽ വലിയ രീതിയിലുള്ള ചർച്ചയായത്. ഒന്ന്, ഇലന്തൂർ ലോക്കൽ കമ്മിറ്റി അംഗം ജോൺസൺ PJ, അതുപോലെ തന്നെ ഇരവിപേരൂർ ഏരിയ കമ്മിറ്റി അംഗവും CWCയുടെ മുൻ ചെയർമാനുമായ അഡ്വക്കേറ്റ് രാജീവ്. ഈ രണ്ടുപേരുടെയും പോസ്റ്റിൽ ഈ ജോൺസൺ PJയുടെ പോസ്റ്റാണ് പ്രത്യക്ഷത്തിൽ ആരോഗ്യമന്ത്രി വീണ ജോർജിന്റെ പേര് പരാമർശിച്ചുകൊണ്ടുള്ള ഒരു പോസ്റ്റ്. ആരോഗ്യമന്ത്രി ഇനി ആ സ്ഥാനത്ത് തുടരാൻ അർഹയല്ല എന്ന തരത്തിലായിരുന്നു ആ പോസ്റ്റിൽ പരാമർശമുള്ളത്. എന്നാൽ ഈ രാജീവിന്റെ പോസ്റ്റിൽ പ്രത്യക്ഷത്തിൽ ആരോഗ്യമന്ത്രിയുടെ പേര് പരാമർശിക്കുന്നില്ലെങ്കിൽ പോലും അത് സാമൂഹ്യ മാധ്യമങ്ങളിൽ വലിയ രീതിയിൽ ആരോഗ്യമന്ത്രിക്കെതിരെയുള്ള പോസ്റ്റാണെന്ന തരത്തിലുള്ള ചർച്ചകളും വിമർശനങ്ങളും ഉണ്ടായി. എന്തായാലും ഇതിൽ ജോൺസൺ PJക്കെതിരെ ശക്തമായ നടപടിയെടുക്കാനുള്ള തീരുമാനത്തിലേക്ക് പാർട്ടി കടക്കാനാണ് സാധ്യത. കാരണം CPIMന്റെ ലോക്കൽ കമ്മിറ്റി അംഗമാണ്. അതുപോലെ തന്നെ വീണ ജോർജ് മന്ത്രിക്കെതിരെ പ്രത്യക്ഷത്തിൽ പേര് പറഞ്ഞുകൊണ്ടൊരു പോസ്റ്റ് ഇടുക CPIMൽ അസാധാരണമായ ഒരു നീക്കമാണ്. അത്തരത്തിൽ സാമൂഹ്യ മാധ്യമങ്ങളിൽ പാർട്ടി അംഗങ്ങളും അതുപോലെ തന്നെ ഉത്തരവാദിത്തപ്പെട്ട ചുമതലയിൽ ഇരിക്കുന്ന ആളുകളും ഇത്തരത്തിലുള്ള വിമർശനങ്ങളും ഒക്കെ ഉന്നയിക്കുക. അവരുടെ പാർട്ടി കമ്മിറ്റികളിൽ ഇത്തരത്തിൽ കടുത്ത വിമർശനങ്ങൾ ഉന്നയിക്കാറുണ്ട് എങ്കിൽ പോലും സാമൂഹ്യ മാധ്യമങ്ങളിൽ അത്തരത്തിലുള്ള വിമർശനങ്ങൾ ഉന്നയിക്കുന്നതിനെ പാർട്ടി പ്രോത്സാഹിപ്പിക്കാറില്ല. പാർട്ടി അതിൽ ശക്തമായ നടപടികൾ സ്വീകരിച്ചു വരാറാണ് പതിവ്. അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള പോസ്റ്റിൽ ഈ ജോൺസണിനെതിരെ നടപടി ഉണ്ടാകാനാണ് സാധ്യത. പക്ഷേ രാജു എബ്രഹാം പറയുന്നത് ഈ അഡ്വക്കേറ്റ് രാജീവിന്റെ പോസ്റ്റിൽ അത്തരത്തിൽ പ്രത്യക്ഷത്തിൽ പാർട്ടിക്ക് അല്ലെങ്കിൽ വീണ ജോർജിനെതിരെ എന്ന പരാമർശമില്ല, അല്ലെങ്കിൽ അതിൽ പാർട്ടി കൃത്യമായ പരിശോധന നടത്തുമെന്നും പറഞ്ഞു വെക്കുന്നു. എന്തായാലും ഈ നേതാക്കളുടെ പോസ്റ്റിൽ സാമൂഹ്യ മാധ്യമങ്ങളിലെ വിമർശനങ്ങളിൽ പാർട്ടി തീർച്ചയായും പരിശോധന നടത്തുമെന്നാണ് രാജു എബ്രഹാം പറയുന്നത്. ഇതിനെല്ലാം പിന്നാലെയായിരുന്നു ആരോഗ്യമന്ത്രി വീണ ജോർജ് കൊട്ടാരക്കര താലൂക്ക് ആശുപത്രിയിൽ ദേഹാസ്വാസ്ഥ്യത്തെ തുടർന്ന് പ്രവേശിപ്പിച്ചത്. അതിന് പിന്നാലെ തന്നെ രാജു എബ്രഹാം ഒരു പോസ്റ്റ് പങ്കുവച്ചു, ഒരു റീല് പങ്കുവച്ചു. അത് തൃശൂർ ജില്ലാ കമ്മിറ്റി അംഗമായിരുന്ന സാന്ദ്ര ബോസ് ഒരു സമരവുമായി ബന്ധപ്പെട്ട് ജയിലിലാവുകയും തുടർന്ന് ജയിലിൽ നിന്ന് പുറത്തിറങ്ങുന്ന ഒരു വീഡിയോ ആ നാൾ തന്നെ വലിയ രീതിയിലുള്ള വൈറലായിരുന്നു. ആ വീഡിയോയാണ് രാജു എബ്രഹാം രാത്രിയോടെ പങ്കുവച്ചത്. എന്നാൽ അതിലും അദ്ദേഹത്തിന്റെ പ്രതികരണം ഉണ്ടായിരിക്കുന്നു. ആ റീല് പങ്കുവച്ചതും ആരോഗ്യമന്ത്രിയുടെ പ്രശ്നങ്ങളുമായി കൂട്ടിക്കഴക്കേണ്ട കാര്യമില്ല, അത് തമ്മിൽ താരതമ്യപ്പെടുത്തേണ്ട ആവശ്യമില്ല എന്നുള്ള നിലപാടാണ് രാജു എബ്രഹാം സ്വീകരിച്ചിട്ടുള്ളത്. എന്തായാലും വലിയ രീതിയിലുള്ള ചർച്ച ഈ ജോൺസണിന്റെയും അതുപോലെ തന്നെ അഡ്വക്കേറ്റ് രാജീവിന്റെയും പോസ്റ്റുകളെ പറ്റി സാമൂഹ്യ മാധ്യമങ്ങളിലാകെ ഉയരുന്നുണ്ട്. എന്തായാലും പത്തനംതിട്ടയിലെ CPIMനുള്ളിലുള്ള വിഭാഗീയത അല്ലെങ്കിൽ അതിലെ പടലപ്പിണക്കങ്ങളെ തുടർന്നുണ്ടാകുന്ന പോസ്റ്റ് എന്ന തരത്തിലുള്ള വിമർശനങ്ങളാണ് നിലവിൽ ഈ ഇരുവരുടെയും പോസ്റ്റിലുള്ളത്. എന്തായാലും രാജു എബ്രഹാം പറയുന്നത്, പാർട്ടി ജില്ലാ സെക്രട്ടറി പറയുന്നത് ഈ പോസ്റ്റിൽ കൃത്യമായ പരിശോധന ഉണ്ടാകുമെന്നാണ് പറയുന്നത്. ഇതിൽ ഈ ജോൺസണിന്റെ പോസ്റ്റിലാണ് പ്രത്യക്ഷത്തിൽ ആരോഗ്യമന്ത്രി വീണ ജോർജിന്റെ പേരെടുത്ത് പറഞ്ഞുകൊണ്ടുള്ള വിമർശനം. സംഗീത, ശരി, പത്തനംതിട്ടയിൽ നിന്നും ശ്രീരാജ് ബാബുവാണ് വിശദാംശങ്ങൾ പങ്കുവച്ചത്.